പിണ്ണാക്കെന്ന് പറയുന്ന സാധനം കണ്ടോ. ഈ പിണ്ണാക്ക് നമ്മൾ വെള്ളത്തിലിട്ട് പുളിപ്പിച്ച് 1-2 ദിവസത്തേക്ക് വെള്ളത്തിലിട്ട് പുളിപ്പിക്കും. എന്നിട്ട് അത് നേർപ്പിച്ചിട്ട് ചെടികൾക്ക് അതുപോലെ പച്ചക്കറികൾക്ക് ഇതെല്ലാം ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലതായിട്ടത് പൂവിടുകയും അതുപോലെ തന്നെ കായ്കൾ നന്നായിട്ട് കിട്ടുകയും ചെയ്യും. അതായത് പച്ചമുളക്, അതുപോലെ തന്നെ പാവൽ, പിന്നെ പയർ, ഇതിനൊക്കെ ഇത് നല്ല ഒരു വളമാണ്. അപ്പം ഗൈസ് നമ്മൾ 1 കിലോ ആണ് മേടിച്ചിരിക്കുന്നത്. 1 കിലോയ്ക്ക് ഏകദേശം 60 രൂപയാണ് വരുന്നത്. അപ്പോൾ ഇത് കടകളിൽ മേടിക്കാൻ കിട്ടും. ഇത് മേടിച്ച് പുളിപ്പിച്ച് ഒഴിക്കുകയാണെങ്കിൽ ചെടികൾക്ക് ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് കായ്ക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാവേ. ഇന്നത്തെ ദിവസത്തെ കഞ്ഞിവെള്ളമാണ്. അപ്പോൾ ആ കഞ്ഞിവെള്ളത്തിലേക്ക് ഇത് നമ്മൾ വെള്ളത്തിലിടാമല്ലോ അല്ലേ? വെള്ളത്തിലിടാം. കഞ്ഞിവെള്ളത്തിലിട്ടാൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. അപ്പോൾ അതിലേക്ക് നമ്മൾ ഈ കടലപ്പിണ്ണാക്ക് ഇട്ട് കൊടുക്കാം. അപ്പം എത്ര ഇട്ട് കൊടുക്കണം? ഇപ്പോൾ ഇതിപ്പോൾ ഒരു കിലോ ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതെ, അങ്ങനെ ഒരാളൊന്നുമില്ല. നമുക്ക് എത്രയാണോ നമ്മുടെ ചെടികളോ അല്ലെങ്കിൽ ഇപ്പോൾ പച്ചക്കറി എത്രയാണോ അതിനനുസരിച്ച് ഇടുക. കുറച്ചേ ഉള്ളെന്നുണ്ടെങ്കിൽ 1 പിടി ഇട്ടാൽ മതി. കൂടുതലുണ്ടായിട്ടുണ്ടെങ്കിൽ 1 കിലോ ഇടാം, 2 കിലോ ഇടാം. വലിയ പാത്രത്തിനകത്ത് വെച്ചിട്ട് നമ്മളൊരു കലത്തിലാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് ഏറെ ഉണ്ട്. അപ്പോൾ അതിന് അത്യാവശ്യമായിട്ടുള്ളത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് 2-3 ദിവസം കഴിഞ്ഞിട്ട് ഇത് എടുത്ത് ഡൈലൂട്ട് ചെയ്തിട്ട് ഈ ചെടികൾക്കെല്ലാം. അപ്പോൾ ഇതിന് നമ്മളിനി 2 ദിവസത്തേക്ക് ഇതിങ്ങനെ പുളിപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കും കേട്ടോ. അപ്പോൾ ഗൈസ് 2 ദിവസം കഴിഞ്ഞിട്ട് നമ്മളിത് എടുത്തതാണ്. അതിനകത്തിട്ടിരുന്ന കടലപ്പിണ്ണാക്ക് പുളിച്ചിട്ടുണ്ട്. കഞ്ഞിവെള്ളവും കടലപ്പിണ്ണാക്കും കൂടെ ആയിരുന്നു നമ്മൾ പുളിക്കാനായിട്ട് വെച്ചിരുന്നത്. അപ്പോൾ അത് പുളിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ഇത് വേറൊരു ബക്കറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിൻ്റെ ഇരട്ടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കണം. നമ്മൾ ഒരുപാട് മെത്തേഡ്സ് പല രീതിയിൽ കാണിച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഒന്ന് ചെയ്ത് നോക്കിയാൽ മതിയാവും. എല്ലാം ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. എന്നാലും നിങ്ങളുടെ കയ്യിലുള്ള സാധനങ്ങൾക്കനുസരിച്ച് നിങ്ങൾക്കത് ചെയ്യാവുന്നതാണ്. കടലപ്പിണ്ണാക്ക് മേടിക്കാൻ കിട്ടുവാണെങ്കിൽ അത് കുറച്ചും കൂടെ നല്ലതായിരിക്കും. അപ്പം നമ്മൾ ഇതിനെ ഡൈല്യൂട്ട് ചെയ്യാൻ പോവാണ്. ഇരട്ടിക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പോവാം. ഇനി നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്യും. മിക്സ് ചെയ്തിട്ട് നമ്മളിത് ചെടികളിലേക്ക് ഒഴിച്ചു കൊടുക്കും. നമ്മളുടെ തക്കാളി ഇത്ര ആയിട്ടുണ്ട്. ഇതിൽ നമ്മൾ നേരത്തെ ഒരു മിക്സ് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ പ്രാണികളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇപ്പം തൽക്കാലമില്ല. നല്ല ഫ്രഷായിട്ട് തന്നെയാണ് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് പൂക്കാനും കായ ഉണ്ടാകാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. ഇതിങ്ങനെ ഒന്ന് തളിച്ചു കൊടുക്കുന്നത് അതിൻ്റെ മുരടിപ്പൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. തക്കാളി പെട്ടെന്ന് പോകാതിരിക്കാൻ കാറ്റത്തും ഒത്തിരി പൊക്കം വന്നു കഴിയുമ്പം അത് ഇങ്ങനെ പെട്ടെന്ന് ഒടിഞ്ഞു പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനൊരു ചെറിയ കയറ് നമ്മൾ ചുവട്ടിൽ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ലൂസായിട്ട് ഇങ്ങനെ കെട്ടിക്കൊടുക്കണം. അന്നേരം അത് നല്ല ബലത്തിൽ ഇങ്ങനെ നിന്നോളും. കണ്ടോ? ഓക്കെ, എല്ലായിടത്തും നമ്മളതുപോലെ കെട്ടിക്കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതാകുമ്പോൾ ഒടിഞ്ഞു പോകത്തില്ല. ഇങ്ങനെ സപ്പോർട്ടായിട്ട് ഇങ്ങനെ നിന്നോളും. ഇവിടെ ഇങ്ങനെ കെട്ടിക്കൊടുത്തിട്ടുണ്ട്. പയറ് നട്ടിട്ടുണ്ട്. ഇവിടെ ഇതുപോലെ കയറ് നമ്മളിങ്ങനെ സപ്പോർട്ടായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മുടെ അലോവേരയാണ്. അലോവേര അത്യാവശ്യം വലുപ്പമായിട്ടുണ്ട്. പിന്നെ നല്ല ചൂടായതുകൊണ്ട് തന്നെ അതിൻ്റെ കളറ് ചേഞ്ച് ആക്കിയിരിക്കുന്ന നോക്ക്. ഒരു യെല്ലോ കളറിലേക്ക് അത് മാറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കേസ് ഞാൻ ഇനി കാണിക്കാൻ പോകുന്നത് എന്താണെന്നറിയാമോ?
നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പുളിച്ച കഞ്ഞിവെള്ളത്തിൽ കുറച്ച് സാധനങ്ങൾ ആഡ് ചെയ്തിട്ട് നമ്മൾ ഈ വഴുതനയ്ക്കൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം ഞാൻ അതിൻ്റെ അകത്ത് തന്നെ ഒരു പ്രൂഫായിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഒരു വഴുതനയുടെ ഇല ഭയങ്കരമായിട്ട് അത് ഫംഗസ് ആയിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ തന്നെ സെയിം ചെടിയാണിത് എനിക്ക് കാണുന്നത്. കണ്ട ഫംഗസ് ഒക്കെ പോയി നല്ല ക്ലിയറായി നല്ല ഹെൽത്തി ആയിട്ട് വളരുന്ന കഞ്ഞിവെള്ളത്തിൻ്റെ ബാക്കിയാണ് കേട്ടോ. അതിങ്ങനെ പിടിച്ചിരിക്കുന്നതാണ് ഇവിടെ. ഇത് കാണുന്നതല്ല, ഫംഗസ് ഒന്നും അല്ല, കഞ്ഞിവെള്ളത്തിൻ്റെയാണ് കേട്ടോ. അപ്പോൾ അത് ഉറപ്പായിട്ടും വർക്ക് ചെയ്യും. തമ്പനയിൽ ഇട്ടിരിക്കുന്ന പോലെ തന്നെ ഒരു മാജിക് മിക്സാണ്. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഞാനിവിടെ ലിങ്ക് കൊടുത്തേക്കാം, പോയി കണ്ടു നോക്കണം കേട്ടോ. ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. റിസൾട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പം ഇതുപോലെ അടിപൊളി ടിപ്സായിട്ട് ഇനിയും വരാം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ആൻഡ് ഓൾസോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വേറൊരു വീഡിയോയിൽ കാണാം. ടാറ്റാ ബൈ ബൈ.